എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് മെഡിറ്റേഷൻ എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ധ്യാനം അല്ലേ. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ പാത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഫസ്റ്റ് ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ. അതാണ് മെഡിറ്റേഷൻ. അപ്പോൾ സ്പിരിച്വൽ നമ്മളൊരു ജേർണിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഏത് ജേർണി ആണെങ്കിലും, നമ്മുടെ ഇപ്പോൾ സ്പിരിച്വൽ ജേർണി ആണെങ്കിലും ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും ഒക്കെ നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ മാത്രമാണ് നമുക്ക് ആ ഭഗവാന്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുക. ആദ്യത്തെ ടൂളാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും, ആത്മീയപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടാണെങ്കിലും ഒക്കെ ഉയർച്ച വേണമെന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. അത് ഏതൊരാൾ ചെയ്താലും അവരുടെ ലൈഫിൽ അവരപ്പം നിൽക്കുന്ന പൊസിഷനേക്കാളും എന്തായാലും കുറച്ചും കൂടി ഉയരത്തിലേക്ക് മാത്രമേ പോവുള്ളൂ, താഴത്തേക്ക് ഒരിക്കലും പോവില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഉയർച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നല്ലതായിട്ട് സന്തോഷമായി സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മൾ സാധാരണമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്ക് ആരും തന്നെ ഒരു ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് മെഡിറ്റേഷനെ ആദ്യം സമീപിക്കില്ല. അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയാൽ തന്നെ അത് നല്ലൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുക. ഒരുപാട് സമയം നമ്മളങ്ങനെ ഇരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളതിലൊരു വിഷമമൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താ നടക്കുക, അവിടുന്ന് നമുക്കൊരു ശാരീരികപരമായിട്ടും വികാരപരമായിട്ടും നമ്മുടെ സ്പിരിച്വലായിട്ടും ഒക്കെ ഉള്ള ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷനാണ് നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ നടക്കുക. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ചിന്തകളെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ നമ്മുടെ ആത്മാവിനെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രാണനെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതുവരെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മനസ്സിനെ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, ഈ ആത്മാവിനെ നമ്മൾ കാണുന്നേ ഇല്ല. അപ്പം നമ്മൾ ആത്മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആത്മാവിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം മനസ്സ് നമ്മളെ ശക്തമായി എതിർക്കും. കാരണം മനസ്സിന് എപ്പോഴും മനസ്സ് പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കുന്നത് കാണാനായിരിക്കും ആഗ്രഹം. അപ്പോൾ മനസ്സ് എങ്ങനെ നമ്മളെ എതിർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മെഡിറ്റേഷനിൽ ഇരിക്കാൻ ഒരു സമ്മതിക്കാത്ത തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പിടികൂടും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു മായയായി കണ്ട് നമ്മളൊരു സറണ്ടർ മോഡിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനും മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ നമുക്കൊരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്നുള്ള അങ്ങനെ ഒരു ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ ഇരിക്കാതിരിക്കുക. നമ്മൾ ഭഗവാനിൽ സറണ്ടർ ചെയ്യുക. ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു, എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ അത് മാത്രം നമ്മൾ വെച്ചിട്ട് നമ്മൾ സറണ്ടർ മോഡിലിരിക്കുക. അപ്പം നമ്മൾ മെഡിറ്റേഷൻ ആദ്യമായി തുടങ്ങുന്ന ഒരാൾക്ക് എപ്പോഴും നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരു സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഏറ്റവും കാമായി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നേച്ചറിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ അത്രത്തോളം അത് നല്ലൊരു അനുഭവമായിരിക്കും. അത് പറ്റാത്ത ആൾക്കാർ നമ്മൾ എവിടെയാണോ ഇരിക്കുന്ന സ്ഥലം അവിടെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കർപ്പൂരം, ചന്ദനത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു പോസിറ്റിവിറ്റി തരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു പ്ലേസ് തിരഞ്ഞെടുത്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുക. നമ്മുടെ നട്ടെല്ല് ഒട്ടും വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ബാക്കിൽ ഒരു പില്ലൊക്കെ വെച്ച് നമ്മുടെ നട്ടലിനെ സ്ട്രെയിറ്റ് ആക്കി വെക്കാം. നമ്മൾ കാലുകൾ മടക്കി നമ്മൾ ഒരു നാമം ചെല്ലാനൊക്കെ ഒരു ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇരുന്ന് നമ്മുടെ 2 കൈകളും റിസീവിങ് മോഡിൽ നമ്മൾ വെക്കണം. അപ്പോൾ കൈകൾ അപ്വേർഡ് പൊസിഷൻ, നമ്മൾ ഭഗവാൻ എന്താണോ തരുന്നത് അത് നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ് എന്നുള്ള നിലയിൽ നമ്മൾ ഇരിക്കണം. അതാണ് നമ്മുടെ ഒരു നോർമൽ മെഡിറ്റേഷനിൽ നമുക്ക് അങ്ങനെ ഇരിക്കാം. അതിനുശേഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണോർജ്ജം, നമ്മുടെ ആത്മാവിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ ആ ചിന്തകളെ ഒബ്സർവ് ചെയ്യാൻ മാത്രം ചെയ്യുക. ആ ചിന്തകളുടെ ഉള്ളിലുള്ള വികാരം എന്താണ്, എന്ത് ചിന്തകളാണ് വരുന്നത്. നമുക്ക് ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു വിഷമം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജലസി, ആങ്കർ, അങ്ങനെ എന്ത് ഇമോഷൻസ് ആണോ വരുന്നത് കൂടുതലായിട്ട് അതിനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ, കുറച്ച് ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള പല പല സംഭവങ്ങൾ മാറി മറിയും. അപ്പം നമുക്ക് കുറച്ച് ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അതുകൊണ്ടാണോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നതല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അതുവരെ നമ്മൾ ഇത്രയും കാലം ജീവിച്ച് വന്ന ആ ഒരു ജന്മങ്ങളിലൊക്കെ പല 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 പ്രശ്നങ്ങളും പല പല കാര്യങ്ങളും നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവ് വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പോൾ അതൊക്കെ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും കൊണ്ടോ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല, കുറച്ച് സമയം നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ ശാരീരികപരമായിട്ടും നമുക്ക് ഇമോഷൻസ് ഒക്കെ ഒരുപാട് വരികയാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതൊക്കെ നമ്മൾ ഓരോന്നും നമ്മളെ നിന്ന് റിലീസായി പോവാണ്. ആ ഒരു തോട്ട് നമ്മൾ കൊടുക്കുക, എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഒരു കാര്യം പോണു, മനസ്സിൽ നിന്ന് ഈ ഒരു ഞാൻ വെച്ച എന്തോ ഒരു വേദന അല്ലെങ്കിൽ എന്തോ ഒരു പെയിൻ അത് എന്നിൽ നിന്ന് പോണു. അപ്പോൾ അതിന് നമ്മൾ ഭഗവാനോട് ഓരോ ദിവസം അങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മൾ താങ്ക് യു പറയാം. അതിനുശേഷം നമ്മുടെ മെഡിറ്റേഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ ദിവസം 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് എത്ര സമയം നമ്മൾ ഇരുന്നു എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ നമുക്ക് ടൈം നോക്കാം. കുറച്ച് നേരം നമ്മൾ ഇരുന്നു, അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം നമുക്ക് പിന്നെ ഇരിക്കാം, പിന്നെയും നമ്മൾ നോക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊരു അവസാനമില്ല. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് എത്രത്തോളം നമ്മൾ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ പോലെ നമുക്ക് നടത്താം. ഓക്കെ, ഞാൻ ആദ്യത്തെ ദിവസം മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ എൻ്റെ ഗ്രോത്ത് അവസ്ഥ എന്തായിരുന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, 2 മാസം കഴിഞ്ഞപ്പോൾ അവസ്ഥ, അങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ ഗ്രോത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഭഗവാനോട് താങ്ക് യുവും പറയാം. അപ്പോൾ എപ്പോഴും മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്തകളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ ഇരിക്കരുത്. കാരണം നമ്മളൊരു ഇൻറ്റൻഷൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ തന്നെ മായ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇട്ടുതരും. ഒരുപാട് അനാവശ്യമായ ചിന്തകൾ നമുക്ക് അനുഭവം ആവേണ്ടി വരും ആ സമയത്ത്. അപ്പം തോട്ടിനെ നമ്മൾ വെറും ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിനെ ഒരു കുട്ടിയെ പോലെ കാണുക. ഒരു അമ്മയുടെ ഒപ്പം ഒരു കുട്ടി നടക്കുന്ന സമയത്ത് കുട്ടി ഓരോ കുഞ്ഞു വികൃതികളൊക്കെ കാണിക്കുന്ന സമയത്ത് അമ്മ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ കുട്ടി ഒന്ന് ഒതുങ്ങിയിരിക്കും. അങ്ങനെ ഒരുപാട് വികൃതികൾക്കൊന്നും പോവില്ല. അതുപോലെ മനസ്സിനെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നമ്മൾ കാണുക. അപ്പോൾ നമ്മളൊരു അമ്മയെ പോലെ ആ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക. ആ മനസ്സിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സ് അവിടെ ഒന്ന് ശാന്താക്കിക്കോളും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുന്ന സമയത്ത് മനസ്സ് ഒരുപാട് വികൃതിക്ക് പോവില്ല, പതുക്കെ 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 ശാന്തമായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ കേന്ദ്രീകരിച്ച് നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുക. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള നമുക്ക് മെഡിറ്റേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് വ്യത്യാസം നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലതരത്തിലുള്ള ഗ്രോത്ത്, അത് നമുക്ക് ശാരീരികപരമായിട്ട് നമ്മുടെ ഹെൽത്ത് ഒരുപാട് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പഠിക്കും. ഭഗവാനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പഠിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പോസിറ്റിവിറ്റീസ് നമുക്ക് വരും. അപ്പോൾ മെഡിറ്റേഷൻ ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റ്, ആർക്കൊക്കെയാണോ അതിൽ കൂടുതൽ താല്പര്യം, നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആക്കണമെന്ന് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു അറിവ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ രാധേ കൃഷ്ണ.